ഞാൻ ഇന്ന് നമ്മുടെ ന്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ചില ഫോട്ടോസ് ഒക്കെ നോക്കുമായിരുന്നു. നമ്മുടെ കുറച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ കാണിക്കുന്ന പ്രഹസൻ പട്ടിഷോയുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഒരു പൗരി എന്ന നിലയിൽ എനിക്ക് ചിരി വരുന്നു സുഹൃത്തുക്കളെ. പക്ഷെ ചിരിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഇവര് കാണിക്കുന്ന പേക്കൂത്ത് കണ്ട് ചിരിച്ച് തള്ളേണ്ടതല്ല. അല്ലെങ്കിൽ ഇവര് കാണിക്കുന്ന ഈ പട്ടിഷോ അല്ലെങ്കിൽ പ്രഹസനം കണ്ടിട്ട് മിണ്ടാണ്ടിരുന്ന നമ്മളുടെ വോട്ട്, നമ്മളുടെ പൗരത്വം, അതിനൊക്കെ എന്ത് വേല. അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ജനാധിപത്യ രാജ്യത്ത് ഈ ഒരു കാര്യങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് കണ്ടിട്ട് കാണാതിരിക്കാനും കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഇരിക്കാനും പറയാതിരിക്കാനൊന്നും പറ്റില്ല. കാരണം ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനലിലേക്ക് ഒന്നുകൂടെ സ്വാഗതം, ഹൃദയപൂർവ്വം മനസ്സിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് വേറൊന്നുമല്ല, നമ്മുടെ എന്റെ ജില്ലയിലെ കാര്യമാണ് പറയുന്നത്. മറ്റു ജില്ലകളിലും ചിലതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ പറയാം. ഇന്ന് നമ്മുടെ മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജില് ആ ഒരു കെട്ടിടം തകർന്ന ഒരു ചേച്ചി മരിച്ചു. ആ ഒരു സംഭവത്തെ തുടർന്ന് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നും പറഞ്ഞ് സംസ്ഥാനമൊട്ടാകെ പല പാർട്ടിക്കാര് നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ ജില്ലയിൽ നടത്തിയ, എന്റെ ആലപ്പുഴ ജില്ലയാണെന്ന് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടേ ഇതെന്താണ് ഇത് എന്ന് എനിക്ക്, അതായത് ഞാനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് BJP. എനിക്ക് RSSനോട് കുറച്ച് ഇഷ്ടമുണ്ട്, BJP ഇഷ്ടമുണ്ട്. ഇത് എങ്ങനത്തോളം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാല് കഴിഞ്ഞ നിയമസഭ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ വോട്ട് ചെയ്യണം, എന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഒരു സാഹചര്യത്തിൽ നിന്നപ്പോൾ ഞാൻ ആ നിയമസഭ കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന വ്യക്തിയെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഞാൻ വേറൊരു സ്ഥലത്താണ് എന്ന് പറഞ്ഞപ്പോ അന്നത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തി എനിക്കൊരു വണ്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു എന്റെ ഒരു പൗരചിന്ത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാലോ. അങ്ങനെ നമുക്കൊരു വ്യക്തി നല്ലതാണെന്ന് തോന്നി, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നല്ലതാണെന്ന് തോന്നിയാല് നമ്മളെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ അതിന് നല്ലതെന്ന് പറയും, നല്ലതിന് വേണ്ടി നല്ലത് ചെയ്യും. പക്ഷെ ആ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് ചിലര് പമ്പര വിഡ്ഢികള് ഭയങ്കര വിഡ്ഢിത്തരം കാണിക്കുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്നെന്താണ് ഈ വിഡ്ഢിത്തരം എന്ന് ചോദിച്ചാല്, ഈ മന്ത്രി വീണ ജോർജ് രാജിവെക്കാൻ വേണ്ടിയിട്ട് BJP യുവമോർച്ച ആൾക്കാര് ആലപ്പുഴ ജില്ലയില് ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയിലോട്ട് അവരൊരു സമരം വെച്ചു. അപ്പൊ നമ്മള് 2 ദിവസം മുന്നേ അറിഞ്ഞിരുന്നു ഇങ്ങനെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ സ്ഥലം ഇതാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. സ്ഥലം ഇതാണെന്ന് അറിഞ്ഞത് നമ്മൾ ഫേസ്ബുക്കിൽ നമുക്ക് പരിചയമുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചേച്ചിമാർ ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, ആ ഫോട്ടോസ് ഒക്കെ കണ്ട് അതായത് ഇവരിങ്ങനെ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക, ഇവര് മർദ്ദനം ഏറ്റു, അയ്യോ പാവങ്ങൾ. അപ്പൊ നമുക്കിങ്ങനെ തോന്നിയ അയ്യോ എന്തൊരു പട്ടി ഷോ. കാരണം അത് നമ്മൾ നോക്കി അവരെന്തെങ്കിലും കാണിക്കില്ല. പക്ഷെ പിന്നെയാണ് നോക്കിയോ ജനറൽ ആശുപത്രിയിലോട്ട് പോയിട്ടാണ് ഈ ഒരു അതായത് അവര് കാണിച്ച പ്രവൃത്തി എന്താണെന്ന് അവർക്ക് തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം അത് ഇവര് ചെയ്തിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു കെട്ടിടം തകർന്നൊരു രോഗി, അല്ലെങ്കിൽ അവിടെ വന്നൊരു ചേച്ചി, ഒരു ആശുപത്രിയിലേക്ക് വന്നൊരു ഗവൺമെന്റ് ആശുപത്രിയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നൊരു ചേച്ചി മരിച്ചു. അപ്പൊ അവരെന്താ പറയാ, അത് മന്ത്രി വീണ ജോർജിന്റെ നാസ്തയാണ്, അതുകൊണ്ട് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ആശുപത്രിയിൽ ഒരു പ്രശ്നം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടത് തീർച്ചയായിട്ടും ആരാണ്? ആരോഗ്യമന്ത്രിയാണ്. അപ്പൊ അവരതിന്റെ ഉത്തരവാദിത്തം ഏൽക്കണം. അവർക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും വേണം. എന്നും വെച്ച് അതൊരു കാര്യം, ആ കാര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ജനറൽ ആശുപത്രിയിലോട്ട് ഒരു സമരം നടത്തുന്നത് എന്ത് തരം മനസ്സിലാവുന്നില്ല. കാരണം എന്താന്ന് വെച്ചാ, അപ്പൊ ഇവരും ഈ മന്ത്രി വീണ ജോർജ്, സമരം ചെയ്തവരും വീണ ജോർജും തമ്മിൽ എന്താ ഒരു വ്യത്യാസം? വീണ ജോർജിന്റെ ഉത്തരവാദിത്ത കുറവ് കാരണം ഒരു രോഗിക്ക് ഒരു ദുരിതം സംഭവിച്ചു. അതേപോലെ അതേ ജില്ലയിൽ പോലും അല്ലാത്ത മറ്റൊരു ആശുപത്രിയിലോട്ട് ഇവര് സമരം നടത്തിയിരിക്കുന്നു. ആശുപത്രിയിലോട്ട് സമരം നടത്തിയ മന്ത്രി വീണ ജോർജിന്റെ രോമത്തില് വല്ലതും പറ്റുമോ? ഇല്ല. അവരത് ബാധിക്കോ, അവരറിഞ്ഞോ ഇല്ലയോ അതുപോലും അറിയില്ല. പകരം ആശുപത്രിയിലോട്ട് സമരം നടത്തുമ്പോൾ അത് ആരെയാണ് ബാധിക്കുന്നത് എന്നൊരു മിനിമം കോമൺ സെൻസ് ഈ സമരം ചെയ്തവർക്ക് ആർക്കും ഉണ്ടായിപ്പോയില്ലേ? അതായത് ആശുപത്രി എന്ന് പറയുന്ന സ്ഥലം
എന്ത് പ്രശ്നം വന്നാലും ആശുപത്രി എന്ന് പറഞ്ഞൊരു സമരത്തിനുള്ള ഒരു സ്ഥലമല്ല. അവിടെ രോഗികളുണ്ട്. ഇവര് ചെന്ന് മന്ത്രി വീണ ജോർജ് ഒരു സൈഡിൽ കൂടെ ഒരു രോഗികളെ ബുദ്ധിമുട്ടിച്ചു എന്നും പറഞ്ഞ് ഇവര് വേറെ സൈഡിൽ കൂടെ പോയി ചെയ്തു ബുദ്ധിമുട്ടിക്കുന്നത് രോഗികൾക്കാണ് കിട്ടുക. ആ ഒരു സാധാരണക്കാരനാണ് ആ ബുദ്ധിമുട്ട് നേരിടുന്നത്. കാരണം എന്താ, ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സ തേടുന്നത് സാധാരണക്കാരായ വ്യക്തികളാണ്. അവര് അവിടെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ പേഷ്യൻസ് ഉണ്ടാവാം, ഹൃദ്രോഗികൾ ഉണ്ടാവാം, എന്തൊക്കെ അവിടെ ജനറൽ ആശുപത്രിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് തിരക്കണം. എന്നാലും ഒരു സാധാരണ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് പ്രായമായവര്, ഹൃദ്രോഗികള്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അവരുടെ മുന്നിൽ കിടന്ന് പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, പോലീസിന്റെ ബാരിക്കേഡ് തകർക്കുന്നു. എന്തോന്നിടയിൽ മനസ്സിലാവാനൊരു ചോദിക്കും. ഇവരിപ്പം ആ രോഗികളെ അല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിച്ചത്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് നോക്കി, ഞാൻ സകലമായ ന്യൂസ് എടുത്ത് നോക്കി. മന്ത്രി വീണ ജോർജ് എങ്ങാനും അവിടെ ആശുപത്രി സന്ദർശനത്തിന് വന്നപ്പോൾ എങ്ങാനും ആണോ, അത് ഒരിടത്തും കണ്ടില്ല. അവിടെ ആലപ്പുഴ ജില്ലയിൽ അന്ന് വന്നെന്നോ പിടിച്ചെന്നോ ഒന്നും കണ്ടില്ല. അവരെവിടെയോ AC കാറിൽ യാത്ര ചെയ്യായിരിക്കും മന്ത്രി വീണ ജോർജ്, അല്ലെങ്കിൽ അവരുടെ ഓഫീസ് റൂമിൽ ഇരിക്കുകയായിരിക്കും കാറ്റുകൊണ്ട്. അവര് മൃഷ്ടാന ഭോജനം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവര് രാജിവെക്കണമെന്നും പറഞ്ഞ് ഇവര് സാധാരണക്കാരായ രോഗികളുടെ നെഞ്ചത്തോട്ട് കയറുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അപ്പോ ഇവര് ചെയ്തിട്ട് ഇവര് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ സമരം ചെയ്താൽ അവർ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കണമെങ്കിൽ നല്ല സമരങ്ങൾ വേണം. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ആ മന്ത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അന്നും വെച്ചുകൊണ്ട് രോഗികളുടെ നെഞ്ചത്തോട്ട് പാവപ്പെട്ട രോഗി ഇവർക്ക് സമരം ചെയ്യണമെങ്കിൽ എന്തൊക്കെ, അതായത് ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ സമരം ചെയ്യണമെങ്കിൽ തന്നെ എന്തൊക്കെ ചെയ്യാം? വേണമെങ്കിൽ ഒരു കളക്ടറേറ്റിലോട്ട്, കാരണം കളക്ടറിന്റെ ഒരു ഉത്തരവാദിത്ത പരിധിയാണല്ലോ. അല്ലെങ്കിൽ പോട്ടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, അല്ലെങ്കിൽ പോട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ജില്ലയിലെ വല്ല ഓഫീസോ അവിടെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ മന്ത്രി എവിടെ ഇരിക്കുന്നു അവിടെ പോയി സമരം ചെയ്താലേ അത് സമരം എന്നെങ്കിലും ഒക്കെ പറയാൻ പറ്റും. ഇതിപ്പോ സമരത്തിന്റെ പേരും പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ അവരങ്ങ് ബുദ്ധിമുട്ടിച്ചു. എന്നിട്ട് ഇവര് നല്ല ക്യാമറ ആംഗിളുകളില് നല്ല നല്ല ഫോട്ടോസ് ചരിഞ്ഞു കിടക്കുന്നു, വീഴുന്നു, പോലീസിന്റെ തല്ലുകൊള്ളുന്നു, മർദ്ദനം നീക്കുന്നു, അത് കൊള്ളുന്നു, ഇത് കൊള്ളുന്നു, എന്റെ മുന്നേ പട്ടിഷോ എന്ന് പറയാൻ പറ്റില്ല, പട്ടിഷോ. അപ്പൊ ഞാൻ ഒന്നുകൂടി ചിന്തിക്കും, ഇവരെന്തുകൊണ്ടാണ് മന്ത്രി വീണ ജോർജ് വേറെ എവിടെയോ ഇരിക്കുന്നു, ഇവർ ആലപ്പുഴ ജില്ലയിൽ എന്തിനാ സമരം ചെയ്തത്? ഈ സംഭവം നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഇവർ ആലപ്പുഴ ജില്ലയിൽ സമരം നടത്തിയാലേ ആലപ്പുഴ ജില്ലയിലെ പൊട്ടന്മാരായ വോട്ടേഴ്സ് എന്താ പറയാ വോട്ട് ചെയ്യുന്നവരെ അവരിത് സമരം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വോട്ട് കിട്ടുമെന്നാണോ നിങ്ങളുടെ വിചാരം? അതൊക്കെ പണ്ടത്തെ കളി. പണ്ടൊക്കെ ഇങ്ങനെ വല്ലവരും സമരം ചെയ്തു, അവര് നമുക്ക് വേണ്ടി സമരം ചെയ്തു, വോട്ട് കൊടുത്തേക്കാന്ന് ചിന്തിക്കും. ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല. കാര്യകാര്യം അനുസരിച്ച് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യണം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഇപ്രാവശ്യം വോട്ടൊന്നും കിട്ടില്ല. നമുക്ക് നല്ല വിഷമമാണ്. നമ്മളൊന്നും ഇല്ല, നമ്മുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, പ്രധാനമന്ത്രി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഉത്തരേന്ത്യ മൊത്തം ഇവര് ഇത് എന്താ പറയാ അധികാരം എടുത്തിട്ടും കേരളത്തിൽ ഇത് കിട്ടാത്തതിന് കാരണം എന്താണെന്നറിയാവോ? കുറെ മണ്ടന്മാരാണ് ഓരോരോ അധികാരത്തിൽ കയറിയിരിക്കണം. അതാണ് സത്യസന്ധം. ഇവരിൽ ആരെങ്കിലും സമരം ചെയ്ത് പോയി അറ്റ്ലീസ്റ്റ് പെണ്ണുങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, നമുക്ക് ജില്ലാ ആശുപത്രിയിലോട്ട് സമരം ചെയ്യണ്ട, കാരണം അവിടെ രോഗികളുണ്ട്, കൂട്ടിരിപ്പുകാരുണ്ട്, അവരെ ബുദ്ധിമുട്ടിലാക്കണ്ട, സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാവോ? ഇവർക്ക് വേറെ എവിടെയൊക്കെ ചെയ്യാനോ? അങ്ങനെ പെണ്ണുങ്ങള് പോലും പറയാതെ അവര് പോയി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ല തൊഴിൽ കൊള്ളുന്ന ഫോട്ടോസ് എടുത്ത് ഫേസ്ബുക്കിലിട്ട് പക്കാ പ്രഹസനം എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയുണ്ടാ പ്രഹസനം? അപ്പൊ ഇവര് വിചാരിക്കുന്ന ഈ 10-20 വർഷം മുന്നേ ഉള്ള പോലത്തെ പൊട്ടന്മാരാണ് ജനങ്ങൾ. ഇവരിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോലീസിന്റെ തൊഴിൽ കൊള്ളുന്നു, പോലീസ് കഴിച്ചൊന്നും ഇല്ല, പോലീസ് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കയ്യിൽ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് വാങ്ങോളെ ബാബാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോണൊക്കെയാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇവര് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് ഇവര് ക്രൂരമർദ്ദനത്തിന് വിധേയരായി. പണ്ട് ഗൗരിയമ്മ പറഞ്ഞ പോലെ ലാത്തി ചാർജ്, ലാത്തി വീശൽ, അതൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇവര് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഇങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ എന്തെങ്കിലും ചെയ്താൽ അത് കണ്ട് വിഴുങ്ങുന്നവരല്ല ഇപ്പോഴത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറഞ്ഞ സാധനത്തിന് നല്ല കോമൺ സെൻസ് ഉണ്ട്. ദൈവത്തീർത്ത് ഞാൻ കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടീനെ നിങ്ങൾ ഇങ്ങനെ വലിച്ചു കീറാക്കരുത്. അധികാരമല്ല, എന്താ പറയാ, ജില്ലാ പ്രസിഡന്റ്, ആ പ്രസിഡന്റ്, മറ്റേ പ്രസിഡന്റ്, മറിച്ച പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞവര് കുറെ മണ്ടന്മാരാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേറെ എന്തെന്ന് പറഞ്ഞാൽ ആശുപത്രിയിലോട്ടാണോ അന്ന് അങ്ങോട്ട് വേണ്ടാന്നൊരു ചിന്ത എന്താ ഇവർക്ക് വരാത്തത്? ഇവരെന്താ അങ്ങനെ ചിന്തിക്കാത്ത? എനിക്കിത് മനസ്സിലാവുന്നില്ല.
അവർക്ക് എന്തോരം മാർഗങ്ങൾ കിടക്കുന്നേ, എന്തോരം മാർഗങ്ങൾ. അതൊന്നും ചെയ്യാണ്ട് പാവപ്പെട്ട രോഗികളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് അതാണോ അതാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം? അതാണോ യഥാർത്ഥത്തില്? ഞാനിപ്പോ എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര്, അതായത് ഇതെന്താണെന്നറിയോ, നിങ്ങൾ കുറെ മണ്ടന്മാര് കയറിയിരിക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്നറിയുമോ? ഇപ്പൊ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ഒരു എനിക്ക് നരേന്ദ്രമോദിയുടെ, ഞാൻ വ്യക്തിപരമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നരേന്ദ്രമോദിയുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യഭരണം കണ്ടപ്പോ നമ്മൾ ഭയങ്കര ഫാൻ ആയിട്ട് പോയി. നമ്മൾ അത്രയ്ക്ക് അങ്ങ് ഫാൻ ആവില്ല. നമുക്ക് ഭയങ്കര നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈബാണ്. പുള്ളി അത്ര അടിപൊളിയായിട്ടൊക്കെ ഭരിക്കുന്ന ഒരു രാജ്യത്ത് അതേ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ കുറെ കോമാളിത്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ പല വിഷയങ്ങളും കാണിച്ചിട്ടും പോട്ടെ സാരയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ കാണിക്കുന്ന കോമാളിത്തരമാണെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരും അല്ലെങ്കിൽ എന്റെ നാട്ടിലും കുറേയധികം ആൾക്കാർ RSS BJPയിലൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചവരുണ്ട്. അവരുടെയൊക്കെ സ്റ്റാറ്റസുകൾ നോക്കുമ്പോൾ അവരൊക്കെ ഇപ്പൊ ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് ഇതില് ഈ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് പ്രായമായി നിന്നവരുടെയൊക്കെ വീട്ടിലൊക്കെ അങ്ങനെയുള്ളവരുടെ വീട്ടിലൊക്കെ പോയി സന്ദർശിക്കുക, അവർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ഓണത്തിനൊക്കെ അങ്ങനത്തെ കുറെ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അതായത് ഈ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചവര് ഒരുപാട് പേരുണ്ട്, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചു, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു, പക്ഷെ ഇവര് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും BJP ഭരിക്കുന്നത് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാ. ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണം പോലെ ഒരു അടിപൊളി ഭരണം കേരളത്തിൽ വന്നിരുന്നെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ വരാത്തത് എന്താന്ന് മനസ്സിലായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ കുറച്ച് മണ്ഡലം പ്രസിഡന്റ് അല്ലാത്ത പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ കുറച്ച് പേര് തലയില് എന്താ പറയാ എത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നേ മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കാന്ന് പറഞ്ഞ പോലത്തെ കുറച്ച് ആൾക്കാരാണ് ഇരിക്കുന്നത്. അവർക്കൊരു മിനിമം കോമൺ സെൻസ് ഇല്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊരു കോമൺ സെൻസ് ഇല്ല. അവര് കുറെ പ്രഹസനം, നമ്മളിങ്ങനെ അവരുടെ ഓരോന്നൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവർ എന്താണ് ഈ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഭാരതാംബയുടെ വിഷയം വന്നപ്പോഴും ഇവര് കുറെ പേര് ഭാരതാംബയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഓരോരുത്തരുടെ വീടിന്റെ വാതിക്കൽ പോയി പുഷ്പാർച്ചന നടത്തുന്നു. എന്നിട്ട് ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? എന്തോരം കാര്യങ്ങൾ ചെയ്യും. ഭാരതാംബയുടെ വിഷയത്തിലും ഒരു ഫോട്ടോ എടുത്തോണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ എന്താവാനാണ്? പൂജിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പറയാ, അതൊന്നും ഒരു ഭയങ്കര മ്ലേച്ഛമായിട്ടുള്ള പ്രതിഷേധ രീതികളാണ്. പകരം നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഭാരതാംബയെ വിശ്വസിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഭാരതാംബയുടെ വേഷം അണിഞ്ഞ് ഇറക്കി എന്താ പറയാ, അതായത് ഒരുപാട് സ്ത്രീകളുടെ ഉള്ളിൽ ഭാരതാംബ എന്ന് പറഞ്ഞൊരു തത്വമുണ്ട് എന്ന് സ്ത്രീകളെ കൊണ്ട് തന്നെ പ്രൂവ് ചെയ്യിപ്പിക്കണമായിരുന്നു. അതൊന്നും ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. എന്താണ് ഒരു സമരമുറ അല്ലെ എന്താണ്, അതായത് മറ്റേ വനിതാ മതിലൊക്കെ അത് ഒരു ആശയം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ്. വനിതാ മതിൽ പോലെ തന്നെ ഭാരതാംബയെ കൊണ്ടൊരു വനിതാ മതിൽ എന്ന രീതിയിൽ ഭാരതാംബയുടെ വേഷത്തിൽ വനിതാ മതിൽ. അത് ഭാരതാംബ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്നു, അതുപോലെ രാജ്യത്തെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളൊരു നല്ലൊരു കൺസെപ്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭാരതാംബയുടെ ഫോട്ടോയെ കൊണ്ട് ചെന്ന് പൂജിച്ച് അവർക്ക് ഇഷ്ടമില്ല എന്ന് അവരുടെ മുന്നിൽ പോയി ചെയ്തേക്കാം എന്ന രീതിയിൽ അവർ ഭയങ്കര എന്താ പറയാ ലോ ലെവല് പ്രതിഷേധമാക്കി കളഞ്ഞായിരുന്നു. അങ്ങനെ വിചാരിച്ചവർ എന്തായി കാണിക്കുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവര് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ ഇവര് റീൽസ് എടുത്തിടുക. അതായത് എന്തായിരുന്നു സ്റ്റുഡിയോ, അതിന്റെയൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്ക് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, കുറെ പേര് ഒരുമിച്ച് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്? ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? അതെന്തെങ്കിലും ആവട്ടെ, അതൊക്കെ കുറെ മുന്നേ കുറെ വിഷയങ്ങള് ഈ കുറെ ഒരു കഴുതകളെ പോലുള്ള പറയുന്നൊക്കെ കയറി അധികാരത്തിൽ നിന്നിട്ട് അവർ ഈ കാണിക്കുമ്പോ പാവം നമ്മൾ ഒരു വോട്ടേഴ്സ് ഐഡിയും കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ദാഹിച്ചിരിക്കുന്നു എന്നെ പോലുള്ളവര് എന്റെ ഹൃദയം നുറുങ്ങുകയാണ് സുഹൃത്തുക്കളെ, നുറുങ്ങുകയാണ്, വിങ്ങലാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. നമ്മൾ വോട്ട് ചെയ്യുന്ന നമ്മൾക്ക് നല്ലൊരു ഇതൊരു ഞാനിപ്പോ തുറന്നു പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞു. ഇതുപോലെ തുറന്നു പറയാത്ത എത്രയോ പേര് എത്രയോ പാർട്ടിയിലുള്ളവരുണ്ടാവും. അതായത് ഈ ഒരു പാർട്ടിയുടെ മാത്രമല്ല പല പാർട്ടിയിലും. ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഒരു സ്കൂൾ തുറന്ന ഉടനെ തന്നെ ഒന്നാമത്തെ വിദ്യാഭ്യാസം രണ്ടാമത്തെ വിദ്യാഭ്യാസം പറഞ്ഞു സ്കൂൾ തുറക്കാൻ നോക്കിയിരിക്കും ഇങ്ങനെ വിദ്യാഭ്യാസം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിരിക്കും. അപ്പൊ ഇതൊക്കെ പണ്ടത്തെ ഒരു തന്ത്രമായിരുന്നു, ഒരു അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പക്ഷെ ആ തന്ത്രങ്ങളൊന്നും അല്ല വേണ്ടത്, അതൊന്നും അല്ല വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാനവ സേവ മാധവ സേവ എന്ന രീതിയിൽ നല്ല തുനിഞ്ഞിറങ്ങി ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ട്. അവരെയൊക്കെ പിടിച്ചിട്ട് വേണം അധികാരത്തിലൊക്കെ എത്തിയിരുത്താൻ. അല്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിനെ പോലെ വെറുതെ തിളച്ച് വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നു, വെറുതെ അങ്ങോട്ട് പോകുന്നു, വെറുതെ അവിടുന്ന് പോലീസിന്റെ ബാരിക്കേഡ് നിർത്തുന്നു, വെറുതെ പോലീസിന്. പിന്നെ കുറെ പേരുണ്ട് കുളിക്കത്തില്ല, എന്നിട്ട് ഇങ്ങനെ സമരം ഉണ്ടാക്കിയത് മറ്റേ എന്താന്ന് ജലപീരങ്കിയോ, ആ പീരങ്കിയിൽ നനഞ്ഞ് കുളിച്ച് സരിയെ കൊടുത്ത് പോവും.
ആ ഇതിൽ കുളിച്ച് നനഞ്ഞ് ഇങ്ങനെ നിൽക്കാനുള്ള എന്താ ഒരു വികാരം, എന്താ ഒരു നിർവൃതി. ഇതൊക്കെ നമ്മൾ കണ്ടു മടുത്തു. അയ്യോ, പണ്ട് ജനിച്ചതാ കുറച്ച് ന്യൂസ് ഒക്കെ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടു. വല്ലം നടന്നോ? ഈ വികസ്വര രാജ്യമായിട്ട് തന്നെ ഇന്ത്യ നിൽക്കണം. ഇതുപോലെ കുറെ മണ്ടന്മാര് ഈ ഓരോ രാഷ്ട്രീയത്തിന്റെ നേതൃസ്ഥാനത്ത് വന്നിരിക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ഈ ഒരു വിഷയം ആയതുകൊണ്ടാണ്, ഈ പാവപ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് പറയണമെന്ന് തോന്നിയത്. എന്തായാലും ഭയങ്കര മോശമായിപ്പോയി. ഒന്ന് ചിന്തിച്ചുകൂടെ? നമ്മൾ ഒരുപാട് ആൾക്കാര് അതായത് നമ്മുടെ കേരളത്തിലോട്ട് ഒരു BJP വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം, ആ ഒരു അതായത് നരേന്ദ്രമോദിയെ പോലെ ഒരു പവർഫുൾ ആയിട്ടൊരു ഭരണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പുകളൊക്കെ അയ്യോ പഴം കഞ്ഞി പോലത്തെ ഒരു എന്താ പറയാ, ആ കാത്തിരിപ്പുകളൊക്കെ വെറുതെ ആണോ എന്ന് പോലെ പോവാണ് ഇങ്ങനത്തെ കുറെ മണ്ടൻ പ്രതിഷേധങ്ങളൊക്കെ കാണും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതൊക്കെ പോട്ടെ, ഇവര് കിടന്ന് ആശുപത്രിയുടെ വാതിൽക്ക് കിടന്ന് ഇതുണ്ടാക്കുന്നു, സമരം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കടിയൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവര് ഇതേ ആശുപത്രിയിൽ തന്നെ പോയി അഡ്മിറ്റ് ആവുന്നു. പിന്നെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ഓഫീസർ അങ്ങനെയുള്ള, അതായത് മന്ത്രിയുടെ ശ്രദ്ധയിലോട്ട് എത്തിക്കണമല്ലോ ഒരു കെട്ടിടം പഴകിയതാണോ, അല്ലെങ്കിൽ ആശുപത്രിയുടെ ആവശ്യത്തിന് ഉപകരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ മരുന്നുണ്ടോ, അല്ലെങ്കിൽ രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് എത്തിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ടല്ലോ, മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ അതുപോലെ കുറെ പേരൊക്കെ ഉണ്ടല്ലോ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കുറെ പേരുണ്ടല്ലോ. അവരവരുടെ ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോ ഇപ്പൊ കോട്ടയത്ത് നടന്ന ഒരു പ്രശ്നം ആലപ്പുഴയിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിഷേധം നടത്തുന്നവര് ഒരു വട്ടം ഒരു ആശുപത്രികൾ സന്ദർശിച്ചിട്ട് ഈ കെട്ടിടത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവിടെ ചോദിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആരാണോ, സൂപ്രണ്ടാണോ, അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടുത്തെ കെട്ടിടങ്ങൾ പഴകിയതാണോ എന്ന് ചോദിച്ചോ? ഒരു വട്ടം ചോദിച്ചോ? അല്ലെങ്കിൽ ഇവിടെ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു. അത് ഡോക്ടർ തന്നെ പറഞ്ഞു. ഇത് ആ നാട്ടിലെ ജനപ്രതിനിധികളൊക്കെ ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ ജനപ്രതിനിധികൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ സമരത്തിന് പോലെ അവർ ചെയ്യും, അല്ലെങ്കിൽ സമരം ചെയ്യായിരുന്നു വീണ ജോർജിനെ നേരിട്ട് ബാധിക്കുന്ന തരത്തില് അവിടെ നേരിട്ട് പോയി ചെയ്യണം. അതിനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഈ അമ്മച്ചിമാര് കുറച്ചുപേര് സമരത്തിന് പോയവർക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോയി സമരം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ സീരിയല് കാണണം, സീരിയല് മിസ്സാവും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് മറ്റതൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വരെ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതായിരിക്കും കാരണം. അതുകൊണ്ട് അവർ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഈ ആലപ്പുഴ ജില്ലയിൽ കിടന്ന് കുറച്ച് ഷോ കാണിക്കുമ്പോൾ ആലപ്പുഴ ജില്ല പൊട്ടന്മാര് കുറച്ചുപേര് വോട്ട് കൊടുക്കുമായിരിക്കും. ഈ ഷോ കണ്ടിട്ട് പൊട്ടന്മാരല്ലാത്തവര് നേരും നിറവുണ്ടോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നേ നോക്കത്തുള്ളൂ. അതിപ്പോഴേ പറഞ്ഞേക്കാം. അല്ലാണ്ട് ഈ പട്ടി ഷോ പേപ്പട്ടി ഷോയ്ക്കൊന്നും ആരും കൊട പിടിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇവർ ചെയ്യണം. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവർ ചെയ്യണം. ഇവർ ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പോയി സന്ദർശിക്കണം. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ബലമുള്ളതാണോ, എപ്പോഴെങ്കിലും തകർന്നു വീഴുമോ എന്നൊന്ന് അന്വേഷിക്കണം. അവിടെ അന്വേഷിക്കേണ്ടവർ ഉത്തരവാദിത്തപ്പെട്ടവരോട് അന്വേഷിക്കണം. അവിടെ രോഗികൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ മരുന്നുണ്ടോ, അവിടുത്തെ എന്താ പറയാ, അവർക്കിപ്പം നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് പുറത്തോട്ട് സ്കാനിനൊക്കെ എഴുതി തരും. അപ്പൊ കുറെ പൈസയൊക്കെ സാധാരണക്കാരുടെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? സൗജന്യമായിട്ട് ഒരു എന്താ പറയാ, ഒരു BPL കാർഡുമായിട്ട് പോയി ചെല്ലുന്ന ഒരു രോഗിക്ക് ഒരു നല്ല ചികിത്സ അവിടെ കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചൊരു ജനപ്രതിനിധി കൊണ്ടുവരണം. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാണ്ട് വീണ ജോർജ് രാജിവെക്കണമെന്നും പറഞ്ഞ് ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ വാതിൽക്ക് രോഗികളെ ബുദ്ധിമുട്ടിച്ചിട്ട് അവർ രാജിവെക്കോ? ഇനി സപ്പോസ് ഇത് പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ മന്ത്രി വീണ ജോർജ് നാളെ തന്നെ രാജിവെച്ചെന്ന് കരുതുക. ഇവരുടെ പ്രതിഷേധങ്ങൾ എന്താ പറയാ വിജയിച്ചു എന്നും പറഞ്ഞ് നാളെ തന്നെ രാജിവെച്ചു എന്ന് കരുതുക. അപ്പോ ഈ സംഭവം അവിടെ കെട്ടടങ്ങി. അവിടെ കെട്ടിടങ്ങൾ വല്ലതും പഴകിയിട്ടുണ്ടെങ്കിൽ മന്ത്രി രാജിവെച്ചില്ലേ, ഇനി എന്താ പ്രശ്നം? അങ്ങനെ ഇപ്പോ അപ്പൊ സാധാരണക്കാരന് അതിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനാണ് ജനാധിപത്യം എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. വീണ ജോർജ് രാജിവെക്കുന്നതും രാജിവെക്കാത്തതും സെക്കൻഡറി. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ജനപ്രതിനിധികൾ സമരം ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, അവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. പക്ഷെ ഈ ആലപ്പുഴയില് അത് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വേണ്ടത്? ആലപ്പുഴയിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? അവിടെ എന്താ പ്രശ്നത്തിനെതിരെ ഈ കെട്ടിടം പഴകിയതാണ്, ഇത് പുതുക്കി പണിയുക എന്നും പറഞ്ഞൊരു സമരം ചെയ്യും, അന്തസ്സുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എക്യുപ്മെന്റ്സ് കുറവാണ്, അതിനിവിടെ ശ്രദ്ധയില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിക്കുക. കൃത്യമായിട്ട് ഓരോ ആശുപത്രികളിൽ ഈ സമരം ചെയ്തവരൊക്കെ പോയിട്ട് എന്താണ് അവിടുത്തെ കുറവുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ കുറവുകൾ എന്താണ് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിനു വേണ്ടിയിട്ട് സമരം ചെയ്യും. അതുകൊണ്ട് വീണ ജോർജിന് രോഗത്തിൽ പോലും സ്പർശിക്കാതെ, വീണ ജോർജ് ഒന്നും അറിയുക പോലും ഇല്ലാണ്ട് സമരം ചെയ്തിട്ട് എന്നാ കിട്ടാനാ? അറിയാൻ വേണ്ടിയിട്ടിരിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, സത്യസന്ധമായിട്ട് ഇവരുടെ ഈ സമരം കൊണ്ട് ഒരു സാധാരണക്കാരന് ഒരു ഉപകാരവും ഇല്ല.
അത് തുറന്നു പറയാം. ഒരു സാധാരണക്കാരന് ഒരു ഉപകാരം ഇല്ല. പ്രത്യേകിച്ച് അവിടെ ഇന്ന് രോഗികളായിട്ട് ആ ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഇവര് ബാരിക്കേഡ് തകർക്കുമ്പോൾ അവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല, അവർക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങണമെങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റില്ല, ഹൃദ്രോഗികളായവർക്ക് ശബ്ദങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടാവും, അല്ലാണ്ടുള്ള പ്രായമായവർക്ക് ബുദ്ധിമുട്ടാവും. ഈവൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഛർദ്ദിക്കാൻ വന്ന് നിൽക്കുമ്പോൾ പോലും പെട്ടെന്ന് സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ചെറിയൊരു കാര്യത്തിൽ പോലും ഇത്ര ശബ്ദങ്ങളും പ്രശ്നങ്ങളൊന്നും പറ്റില്ല. ആശുപത്രിയുടെ ഇത്ര പരിധിക്കുള്ളിൽ കാണാൻ ക്വൈറ്റ് ആയിട്ടിരിക്കണം എന്നൊക്കെയാണ് റൂൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ആശുപത്രിയിലോട്ടാണ് ഇവര് പോയി സമരം ചെയ്തത്. പിന്നെ ഇവര് സമരം ചെയ്തുകൊണ്ട് സാധാരണക്കാരന് ഒരു ഉപകാരമില്ല. അതായത് ഞാനിപ്പോ നമ്മള് ഓരോരുത്തരൊക്കെ കാണുന്നില്ലേ, ഓരോരുത്തരൊക്കെ വ്യക്തിപരമായിട്ട് ഹോസ്പിറ്റലിലോട്ടൊക്കെ ഒരു പൊതിച്ചോറ് കൊടുക്കും, കൂട്ടത്തിൽ ഒരു 100 രൂപയും കൂടെ പൊതിച്ചോറിൽ വെച്ച് പൊതിഞ്ഞൊക്കെ കൊടുക്കുന്ന റീൽസ് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അവര്, അതായത് ഒരു പാർട്ടിയിലും ഇല്ലാണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്ത വ്യക്തികള് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന സാമൂഹ്യ സേവനത്തിന്റെ അതിന്റെ ഒരു 1% പോലും അതൊരു ഉപകാരമാണ്. എങ്ങനെയെങ്കിലും പറയുന്നത് ഒരു ഉപകാരമാണ്. ആ ഒരു ഉപകാരത്തിന്റെ ഒരു എന്താ പറയാ, അത്രയും പോലും ഒരു ഉപകാരം ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവർ ഇന്നിപ്പോ കാണിച്ചത്. ഈ ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് സമരം ഉണ്ടാക്കിയത് ഒരു പട്ടിക പോലും ഉപകാരം ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ അവർക്ക് വല്ല ഉപകാരം ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഷോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് അത്ര നല്ല പ്രതീക്ഷയൊന്നുമല്ല. കാരണം ഇന്നത്തെ ജനങ്ങള് ഈ ഒരു ഷോ കണ്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യുക. രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്നവര് ബുദ്ധിയുള്ളവരായിരിക്കണം. അവര് ചുറ്റുപാട് നിരീക്ഷിക്കണം, എന്താണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് നിൽക്കുക. അല്ലാണ്ട് വെറുതെ എന്താ പറയാ ഒഴുക്കിനൊപ്പം നീന്തുന്നു. കോൺഗ്രസ്സുകാർ അവിടെ സമരം ചെയ്തു, നമുക്കിവിടെ സമരം ചെയ്യും, കമ്മ്യൂണിസ്റ്റുകാർ അവിടെ സമരം, നമുക്കിവിടെ സമരം ചെയ്യും എന്ന രീതിയിലൊന്നും അല്ല. അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ എന്തെങ്കിലും ചെയ്തത് നമുക്കിവിടെ ചെയ്യാം എന്നല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, അല്ലെങ്കിൽ ഈ സമരം ചെയ്തവരൊക്കെ നാളെ പോയിട്ട് അവിടുത്തെ ബാത്റൂം ഫെസിലിറ്റി, അതായത് ഒരു രോഗി, ആ രോഗിയെ സംബന്ധിച്ച് എന്തൊക്കെ ആവശ്യമുണ്ട്, അവർക്ക് മരുന്ന് ആവശ്യമുണ്ട്, അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അവർക്ക് പൈസ ആവശ്യമുണ്ട്, അവർക്ക് കൂട്ടിരിപ്പുകാർക്ക് ഇരിക്കാൻ സ്ഥലം ആവശ്യമുണ്ട്, അവർക്ക് ബാത്റൂം ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ടുണ്ടോ? ആ ഇല്ലാത്ത ആവശ്യം അവിടെ ഇല്ല എങ്കിൽ അത് വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ സമരം ചെയ്യും. അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും പ്രഹസനം കാണിച്ചാലോ ഷോ എടുത്താലോ ഒന്നും ഇന്നത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ വളർന്നു വരുന്ന ജനങ്ങളെ കുപ്പിയിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് വേണം. അപ്പൊ മറ്റൊരു വിഷയത്തിൽ മറ്റൊരു ദിവസം കാണുന്നതുവരേക്കും